PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇന്നലെ 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ 3 കാറ്റഗറികളിലേക്കുള്ളത് എലിജിബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഒന്ന് സെക്രട്ടേറിയറ്റ് OA, അതിൻ്റെ കട്ട് ഓഫ് 73.23 ഏകദേശം 54,000 അടുത്ത് ഉദ്യോഗാർത്ഥികൾ ആ ലിസ്റ്റിലുണ്ട്. പിന്നെ സ്റ്റോർ കീപ്പർ KSPDC, അതും ഏകദേശം 23,000 ഉദ്യോഗാർത്ഥികളുണ്ട്. കട്ട് ഓഫ് 77.1892 അതിനുശേഷം സ്റ്റോർ കീപ്പർ KSFDC, അതും 24,000-ഓളം ഉദ്യോഗാർത്ഥികളുണ്ട്. അതിൻ്റെ കട്ട് ഓഫ് 78.4946 ഇന്നിപ്പോൾ PSC ഇതിലത്തെ 4ാമത്തെ വകുപ്പിലേക്ക്, അതായത് കാറ്റഗറി നമ്പർ 696/2023 കാറ്റഗറി നമ്പറുള്ള പ്യൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ, പാർട്ട് 1 ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് വൈഡ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 16,550 to 42,950 ആണ്. അപ്പോൾ പോസ്റ്റിലേക്കുള്ള എലിജിബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഉള്ള ഉദ്യോഗാർത്ഥികളുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ലിസ്റ്റ് അതിൻ്റെ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്കറിയാമല്ലോ, 28/12/2024, പിന്നെ 11 ജനുവരിയിലും 25 ജനുവരി, പിന്നെ അതുപോലെ ഫെബ്രുവരി 8 2025 ഈ വർഷം 4 ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പരീക്ഷകൾ നടന്നിരുന്നത്. ഇപ്പോൾ ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ രജിസ്റ്റർ നമ്പറിൻ്റെ ഓർഡറിൽ, അതായത് ആ ന്യൂമറിക്കൽ സീക്വൻസിലാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ സ്കോർ അനുസരിച്ചിട്ടല്ല. ഇനി ഈ ലിസ്റ്റിൽ ഏകദേശം 37,000-ഓളം ഉദ്യോഗാർത്ഥികളെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറയണത് ഈ OMR കഴിഞ്ഞ 4 ഘട്ടങ്ങളിലായിട്ട് നടത്തിയ OMR ടെസ്റ്റിൽ, അതായത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 10th ലെവലിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവരെയാണ്. അപ്പോൾ ഇതിൻ്റെ നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ OMR ടെസ്റ്റിൽ 72.4391 മാർക്കും അതിന് മുകളിലും ഈ പ്രിലിമിനറി OMR ടെസ്റ്റിൽ നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷന് ശേഷം കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ റിസർവേഷൻ കാറ്റഗറികൾക്ക് അവരുടെ റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ കട്ട് ഓഫ് മാർക്ക് കുറച്ച് താഴെയായിട്ട് ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യലി ഏബിൾഡ് ഇതിനും കാറ്റഗറിക്കും അതുപോലെ തന്നെയാണ് അവരുടെ പ്രാതിനിധ്യം ലിസ്റ്റിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവർ ആ സമയത്ത്, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, EW സർട്ടിഫിക്കറ്റ്, അതൊക്കെ 1 ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്ത് അവർ ഈ ക്ലെയിമിനുള്ള സർട്ടിഫിക്കറ്റുകൾ ആക്കണം. ആക്കിയില്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷന് കിട്ടിയിട്ടുള്ളത് ഫൈനൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ മാർക്ക് കൺസിഡർ ചെയ്യില്ല. മെയിൻ എക്സാമിനേഷൻ്റെ മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി ഇതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീവാലുവേഷൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. പക്ഷേ റീചെക്ക് ചെയ്യാം. നിങ്ങൾ 85 രൂപ ഫീസ് അടച്ച്, അതായത് ഈ പേയ്മെൻറ്റ് വഴി, നിങ്ങളുടെ രജിസ്ട്രേഷൻ പോർട്ടൽ വഴി ഈ പേയ്മെൻറ്റായിട്ട് 85 രൂപ റെമിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ആൻസർ ഷീറ്റ് റീചെക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ OMR ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടണമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ കൂടെ PSCയുടെ 335 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് വഴി തന്നെ അയച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി OMR ഷീറ്റിൻ്റെ കിട്ടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.